ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PS22 ക്ലിക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രിസ്മസ് പോസ്റ്റർ എഡിറ്റിംഗ് ഐഡിയ ആയിട്ടാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോണ ഫോട്ടോ. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് കിട്ടുന്നതൊക്കെ. അപ്പം നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. എന്നിട്ട് നമുക്ക് ടൂൾസ് പോയിട്ട് ക്രോപ്പ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ക്രിസ്മസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. ക്രിസ്മസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ ലഭ്യമാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തു. ഈ ഫോട്ടോ കിട്ടാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സാന്റാക്ലോസ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത് കട്ട് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് കട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന സൈസിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈസിന് അഡ്ജസ്റ്റ് വെച്ചിട്ട് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്ന് ഇറേസ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം അത് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ ഇത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചതിൽ ഒരു ഇച്ചിരി വ്യത്യാസം വരും ഇതിൽ. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ഫസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചതാണ്. ഇത് ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരു ഇച്ചിരി വ്യത്യാസം വന്നുകൂടാന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ പോയിട്ട് മെരി ക്രിസ്മസ് ടെക്സ്റ്റ് PNG എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കൊരു ട്രീൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ ഞാൻ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്രിസ്മസ് ട്രീ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് ഡൗൺലോഡ് ആക്കുക. അതിനുശേഷം ഇതേപോലെ വയ്ക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് കൊണ്ടുവയ്ക്കുക ഗൈസ്. അപ്പോൾ ഇനി നമുക്കിത് ലാസ്റ്റ് റബ്ബ് ചെയ്യാം. ഇനി വേറൊരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മേരി ക്രിസ്മസ് എന്നൊരു സംഭവം കാണാൻ സാധിക്കും. അതും നിങ്ങൾ ഒന്ന് ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എറേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ മെരി ക്രിസ്മസിൽ വരുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. ഓക്കെ, ഞാനിപ്പോൾ ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇറേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് ഇവിടെ മെരി ക്രിസ്മസ് എന്ന് നേരത്തെ എടുത്തു വെച്ചത് എടുക്കുക. ഇനി അതിൽ വരുന്ന ഹാറ്റ് മാത്രമായിട്ട് നിങ്ങൾ ഒന്ന് ഇറേസ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ആ ഹാറ്റ് മാത്രമായിട്ട് ഇതേപോലൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഹാറ്റ് മാത്രമായിട്ട് ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒന്ന് ഒക്കെ ആക്കി കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുക. ഇനി നമുക്കത് ചെറുതാക്കി കൊടുത്തിട്ട് ഇവിടെ ഈ എമ്മിൻ്റെ താഴെയായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇവിടെ ബാക്കി ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്കത് വേണ്ടുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ പൊടിക്കുന്ന സൈസ് വെച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഏകദേശം ഒക്കെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.